നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കയർ മേഖലയിലെ ചകിരിക്ഷാമം പരിഹരിക്കാൻ സംസ്ഥാനത്താദ്യമായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കയർ ഫൈബർ ബാങ്ക് ആരംഭിക്കുമെന്നും ഇതിനായി 10 കോടി രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചതായും വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ്. ഖാദിയുടെ പ്രചാരണം സാധാരണക്കാർക്ക് സ്ഥിരവരുമാനം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. ഓണം ഖാദി മേളയുടെയും റെഡിമെയ്ഡ് ഗാർമെന്റ്സ് യൂണിറ്റിന്റെയും രജത ജൂബിലി ആഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കയർ കോർപ്പറേഷനിൽ നിന്നും നൂതന പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ചേർത്ത് സൊസൈറ്റി രൂപീകരിച്ചതായും 365 ദിവസവും ഇവർക്ക് തൊഴിൽ ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും കയർ വകുപ്പ് മന്ത്രി പി രാജീവ്. ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സംരംഭക നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം നിക്ഷേപ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. വാർത്തകൾ വിശദമായി. കയർ മേഖലയിലെ ചകിരിക്ഷാമം പരിഹരിക്കാൻ സംസ്ഥാനത്താദ്യമായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കയർ ഫൈബർ ബാങ്ക് ആരംഭിക്കുമെന്നും ഇതിനായി 10 കോടി രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചതായും വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു. കയർ മേഖലയിലെ ചകിരിക്ഷാമം പരിഹരിക്കാൻ സംസ്ഥാനത്താദ്യമായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കയർ ഫൈബർ ബാങ്ക് ആരംഭിക്കുമെന്നും ഇതിനായി 10 കോടി രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചതായും നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചു. കയർ മേഖലയിലെ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം കയർ കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മിഷനറികൾ ആരംഭിച്ചപ്പോൾ ASM കയർ ഉൽപ്പാദിപ്പിക്കുന്നതിന് സൗജന്യമായി ചകിരി ഉൾപ്പെടെ നൽകുകയുണ്ടായി. അങ്ങനെ 15,000 ടൺ സൗജന്യമായിട്ട് തന്നെ സർക്കാർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അന്ന് നമ്മൾ നേരിട്ട പ്രതിസന്ധി ഉൽപ്പാദിപ്പിച്ചത് സംഭരിച്ചതെല്ലാം ഗോഡൗണുകളിൽ ഇരിക്കുകയായിരുന്നു. 24 ഗോഡൗണുകളാണ് കെയർ ഫെഡിന് ഉണ്ടായിരുന്നത്. 7 എണ്ണം കെയർ കോർപ്പറേഷൻ ഉണ്ടായി. അതെല്ലാം നമുക്ക് വിറ്റ് തീർക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ വളരെ ചെറിയ പുതുതായി വരുന്ന ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. എങ്ങനെ നമുക്ക് കുറേ കൂടി മാർക്കറ്റ് കണ്ടെത്താൻ കഴിയും? ഇതിലൊരു പ്രശ്നം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ 4 വർഷവും ഈ ഗവൺമെൻറ്റിൻ്റെ ഈ 4 വർഷം നോക്കുമ്പോൾ 158 ടണ്ണിൻ്റെ കുറവേ ഉള്ളെങ്കിലും കൃത്യമായി പണം ലഭ്യമാക്കാനായാൽ കയോൽപാദനത്തിൽ 50% വർധന ഉണ്ടാക്കാനാകും. കേരളത്തിന് ഒരു വർഷം 12 ലക്ഷം കിൻഡൽ ചകിരിയാണ് വേണ്ടത്. ഇതിൽ 3 ലക്ഷം കിൻഡൽ മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ തന്നെ 1.25 ലക്ഷം കിൻഡൽ മാത്രമാണ് കയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി നമുക്ക് കിട്ടുന്നത്. കേരളത്തിൽ ആവശ്യത്തിന് കയർ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഗുണനിലവാരമുള്ള ചകിരി യഥാസമയത്ത് ലഭിക്കണം. ഈ പ്രശ്നം പരിഹരിച്ച് കയർ സംഘങ്ങൾക്ക് ആവശ്യത്തിന് ചകിരി ലഭ്യമാക്കുന്നതിനാണ് കോട്ടൺ മേഖലയിലെ നടപ്പാക്കിയതിന് സമാനമായി കയർ ഫൈബർ ബാങ്ക് ആരംഭിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് കയർ തൊഴിലാളികൾക്കും സംഘങ്ങൾക്കുമുള്ള ആനുകൂല്യങ്ങളുടെ വിതരണത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും നിർവഹിച്ചു. ആലപ്പുഴയുടെ ഗ്രാമീണ മേഖലയുടെ ഉന്നമനത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഘടകമാണ് കയറെന്ന് പി പ്രസാദ് പറഞ്ഞു. പി ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. H. സലാം MLA മുഖ്യാതിഥിയായി. കയർ കോർപ്പറേഷൻ ചെയർമാൻ G. വേണുഗോപാൽ, മുൻ MLA TK ദേവകുമാർ, KSC MMC ചെയർമാൻ MH റഷീദ്, കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KK ഗണേശൻ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, കയർ വികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ KS അനിൽകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഖാദിയുടെ പ്രചാരണം സാധാരണക്കാർക്ക് സ്ഥിരവരുമാനം ഉറപ്പാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ഓണം ഖാദി മേളയുടെയും റെഡിമെയ്ഡ് ഗാർമെന്റ്സ് യൂണിറ്റിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഖാദിയുടെ പ്രചാരണം സാധാരണക്കാർക്ക് സ്ഥിരവരുമാനം ഉറപ്പാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആലപ്പുഴ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനവും ആലപ്പുഴ ഖാദി പ്രോജക്റ്റിന് കീഴിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ് യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ ഇടങ്ങളിലും അതിൻ്റെതായ അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളും അതിൻ്റെതായ ആഘോഷങ്ങളിലേക്കെല്ലാം കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇക്കുറി ഓണത്തിൻ്റെ തുടക്കമിട്ടുകൊണ്ടുള്ള ഓണം മേളയ്ക്ക് തുടക്കമിടുന്നത് ആദ്യമായിട്ട് ഖാദി ബോർഡാണ്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ
ഈ ആലപ്പുഴ ജില്ലാ ഓണം ഖാദി മേള നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. ഖാദിക്കൊരു വലിയ പാരമ്പര്യവും പൈതൃകവുമെല്ലാം ഉണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു സമരരൂപമായിട്ടാണ് ഖാദിയെ കണ്ടത്. നമ്മുടെ തലമുറയ്ക്ക് അതൊരു കേട്ടുകേൾവിയും വായിച്ചുള്ള അറിവും മാത്രമുള്ള കാര്യമാണ്. പഴയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഈ നാട്ടിൽ ജനിച്ചു വീണ തലമുറയുടെ പ്രതിനിധികൾക്ക് അവർക്ക് ഒരാവേശകരമായ ഒന്നായിരുന്നതാണ് ഖാദി എന്നത്. ഇവിടെ ഇന്ന് ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം പേരും സ്ത്രീകളാണ്. അത് സ്വാഭാവികം തന്നെയാണ്. നമുക്ക് രാജ്യത്തിന് കുറേ സമരരൂപങ്ങളും പ്രതീകങ്ങളുണ്ടായി. ഖാദിക്ക് വലിയ പാരമ്പര്യവും പൈതൃകവുമുണ്ട്. അനീതിക്കെതിരെയുള്ള ഉൽപ്പന്നവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജവുമായിട്ടാണ് ഖാദി ഉയർന്നു വന്നത്. ഒരു ഖാദി ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിൻ്റെ ഗുണം കർഷകർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ലഭിക്കും. അതിലൂടെ നാടിൻ്റെ പുരോഗതി സാധ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു. മേളയുടെ സമ്മാന കൂപ്പൺ പ്രകാശനവും ആദ്യ വിൽപ്പനയും നഗരസഭാ അധ്യക്ഷ നിർവഹിച്ചു. ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ, നഗരസഭാ അംഗം ബി അജേഷ്, കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ എ രതീഷ്, ഖാദി ഡയറക്ടർ കെ വി രാജേഷ്, വില്ലേജ് ഇൻഡസ്ട്രീസ് ഡയറക്ടർ പി എ അഷിത, ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ പ്രോജക്ട് ഓഫീസർ പി എം ലൈല, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പി എസ് സജിമോൻ, സി സിലീഷ്, റാഷിദ ബഷീർ, പവിത്രൻ, എസ് പാർവതി എന്നിവർ സംസാരിച്ചു. കായക് കോർപ്പറേഷനിൽ നിന്നും നൂതന പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ചേർത്ത് സൊസൈറ്റി രൂപീകരിച്ചതായും 365 ദിവസവും ഇവർക്ക് തൊഴിൽ ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. കായക് കോർപ്പറേഷനിൽ നിന്നും നൂതന പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ചേർത്ത് സൊസൈറ്റി രൂപീകരിച്ചതായും 365 ദിവസവും ഇവർക്ക് തൊഴിൽ ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. പുതുതായി രൂപീകരിച്ച സൊസൈറ്റിക്ക് 50 ലക്ഷം രൂപയുടെ ഓർഡറും നൽകിയിട്ടുണ്ട്. കയർ ആർട്ടിസാൻസ് ട്രെയിനിങ് പൂർത്തീകരിച്ചവർക്കായി രൂപീകരിച്ച സംഘത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും ആദ്യ ഓർഡർ വിതരണവും കയർ കോർപ്പറേഷൻ ഓഫീസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം, ഒരു ചെറിയ ഓഡിറ്റോറിയം നമ്മൾ നേരത്തെ അവിടെ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കുറേ കൂടി വിപുലമായി 700 പേർക്ക് ഇരിക്കാം. അപ്പോൾ കയർ കോർപ്പറേഷൻ കയറും ഉൽപ്പന്നം മാത്രം വിറ്റ് വരുമാനം കൊണ്ട് അധികം ഓടാൻ പറ്റില്ല. മറ്റ് മേഖല കൂടി വരുമാനത്തിന് വേണ്ടി കണ്ടെത്തണം. അപ്പോൾ അതിന് നല്ല രീതിയാണ് ഇവിടെ നേരത്തെ ബഹുമാന MLA പറഞ്ഞല്ലോ, കായലിനോട് ചേർന്ന് വെക്കുന്നു, പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇപ്പോൾ തന്നെ എത്ര ബുക്കിംഗായി? 4 ബുക്കിംഗായി കഴിഞ്ഞു. സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന നിരക്കിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ വാടകയെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വരുമാനം വർദ്ധിക്കുമ്പോൾ സഹായകരമായിരിക്കും. സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്നൊരു നിരക്കിൽ ഇത്തരം സൗകര്യം ലഭിക്കുകയും ചെയ്യും. അത് എല്ലാവരും ഉപയോഗിക്കണം. ആർക്കും സൗജന്യം കൊടുക്കേണ്ടതില്ല, എല്ലാവർക്കും. അല്ലെങ്കിൽ പിന്നെ നാളെ ഒരു ശുപാർശകത്തിൽ വരാൻ തുടങ്ങും. പുതിയ രൂപത്തിലുള്ള കയറുൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുമെന്നും ഇതിലൂടെ സൊസൈറ്റിക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. കായക് കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. ആദ്യ വർക്ക് ഓർഡർ വിതരണം വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് അനീഷ് നിർവഹിച്ചു. കായക് കോർപ്പറേഷൻ മുൻ ചെയർമാൻ R നാസർ മുഖ്യാതിഥിയായി. നഗരസഭ അധ്യക്ഷ കെ ജയമ്മ, കായക് കോർപ്പറേഷൻ ചെയർമാൻ G വേണുഗോപാൽ, KSTP ചെയർമാൻ CB ചന്ദ്രബാബു, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രതീഷ് G പണിക്കർ, കായക് കോർപ്പറേഷൻ വികസന അഡീഷണൽ ഡയറക്ടർ KS അനിൽകുമാർ, ബോർഡ് അംഗങ്ങളായ KD അനിൽകുമാർ, KL ബെന്നി, VC ഫ്രാൻസിസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സംരംഭക നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം നിക്ഷേപ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സംരംഭക നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സംഗമം അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. സെക്കൻഡായി നമുക്ക് വ്യവസായ മേഖലയെ കണക്കാക്കി പോകുന്ന സ്റ്റേറ്റാണ്. കാർഷിക ഉൽപാദന മേഖലകൾ എടുത്താൽ അതിൻ്റെ ഏതാണ്ടൊരു പൂർണ്ണമായ നിലയിലേക്ക് എത്തപ്പെട്ടു എന്ന് വേണം പറയാൻ കഴിയും. ആ ഉൽപാദന മേഖലയെ അടിസ്ഥാനമാക്കി തന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് പലപ്പോഴും നമ്മൾ കണക്കാക്കിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പലതും
അത് കേവലമായി ആ ഒരു ഉൽപ്പന്നത്തിലേക്ക്, ഫസ്റ്റ് ഉൽപ്പന്നത്തിലേക്ക് മാത്രമായി നിൽക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ മാമ്പഴം കേരളത്തിൽ സുലഭമായി കിട്ടുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന, വ്യവസായങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് പോവുകയാണ്. അങ്ങേറ്റം പോയ അച്ചാറിൽ കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു സാധ്യതകളെക്കുറിച്ചും കേരളം പൊതുവെ ആലോചിച്ച് പോയാൽ കാണാൻ പറ്റില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, മറ്റു പലതും അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടനയുടെ വളർച്ചയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യവസായ രംഗത്തെ പുരോഗതി എന്നുള്ളത്. അത് ഏറ്റവും നന്നായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വലിയൊരു നയപരമായ മാറ്റം തന്നെ കേരളത്തിലെ ഗവൺമെന്റ്. സംരംഭകർക്ക് വിവിധ ബാങ്കുകളിൽ നിന്ന് അനുവദിച്ച വായ്പയും MLA ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ VP മനോജ്, മാനേജർ B സുജാത, അമ്പലപ്പുഴ ബ്ലോക്ക് വ്യവസായ ഓഫീസർ CG അനിൽകുമാർ, നഗരസഭ വ്യവസായ ഓഫീസർ അരുൺ S ലാൽ, ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ S അസ്ജിദ് എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ വ്യവസായ ഓഫീസർ D ദിലീപ് കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ റിട്ടയർഡ് വ്യവസായ വാണിജ്യ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N മണിലാൽ, H നവാസ് എന്നിവർ ക്ലാസ് നയിച്ചു. ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. ആലപ്പുഴ പുന്നമടയിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി. പുന്നമട ഫിനിഷിംഗ് പോയിന്റിന് സമീപം നടത്തിയ പന്തലിന്റെ കാൽനാട്ട് കർമ്മം NTBR സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സംവിധാനത്തിൽ നമ്മുടെ ഈ ഒരു കാൽനാട്ട് കർമ്മത്തിലാണ് ഈ ജലോത്സവത്തിൽ കൂടുതൽ പങ്കാളിത്തം വരുത്താനും അതോടൊപ്പം തന്നെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ പങ്കാളിത്തം വരാനുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട്. സ്പോൺസർഷിപ്പ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലൊക്കെ വലിയൊരു സാന്നിധ്യവും സഹകരണമൊക്കെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി മാത്രമേ തീർച്ചയായിട്ടും നമുക്കിത് വിജയമാക്കാൻ സാധിക്കുള്ളൂ. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MR പ്രേം, NTBR സൊസൈറ്റി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ കാൽനാട്ടുകർമ്മ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയർ മേഖലയിലെ ചകിരിക്ഷാമം പരിഹരിക്കാൻ സംസ്ഥാനത്താദ്യമായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കയർ ഫൈബർ ബാങ്ക് ആരംഭിക്കുമെന്നും ഇതിനായി 10 കോടി രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചതായും വ്യവസായ കയർ വകുപ്പ് മന്ത്രി P രാജീവ്. ഖാദിയുടെ പ്രചാരണം സാധാരണക്കാർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുമെന്ന് മന്ത്രി P പ്രസാദ്. ഓണം ഖാദി മേളയുടെയും റെഡിമെയ്ഡ് ഗാർമെന്റ്സ് യൂണിറ്റിന്റെയും രജത ജൂബിലി ആഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കയർ കോർപ്പറേഷനിൽ നിന്നും നൂതന പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ചേർത്ത് സൊസൈറ്റി രൂപീകരിച്ചതായും 365 ദിവസവും ഇവർക്ക് തൊഴിൽ ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും കയർ വകുപ്പ് മന്ത്രി P രാജീവ്. ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സംരംഭക നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H സലാം നിക്ഷേപ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.